ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഒരു വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ആ പാർട്ടിയിൽപ്പെട്ട 1000 പേരെങ്കിലും മറ്റ് പാർട്ടികളിലേക്ക് പോവുകയോ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയോ സ്വയം ശപിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുകയോ ചെയ്യും. ഈ പാർട്ടി സെക്രട്ടറിയുടെ പേര് MV ഗോവിന്ദൻ എന്നാണ്. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതല്ല, പൊതുവായി പറയുന്നതാണ്. MV ഗോവിന്ദൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് കർമ്മ ന്യൂസ് ചെയ്യുന്ന 3ാമത്തെ വിശകലനമാണ് ഇത്. അത്രയേറെ പ്രാധാന്യം അതിനുണ്ടോ? ഉണ്ട്. കാരണം CPM എന്ന പാർട്ടിയെ ഈ പാർട്ടി സെക്രട്ടറി ഇല്ലാതെയാക്കും. നമുക്കൊരു പാർട്ടി നശിച്ചു പോകണമെന്നോ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ഒരു പാർട്ടി അപ്രത്യക്ഷമാകണമെന്നോ എന്നുമുള്ള ആഗ്രഹമൊന്നുമില്ല. CPM എന്ന പാർട്ടിയോട് നമുക്ക് ഒരു വിരോധവുമില്ല, പാർട്ടി പ്രവർത്തകരോടുമില്ല, നേതാക്കളോടുമില്ല, ആരോടുമില്ല. എന്തൊരു ധാർഷ്ട്യമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ വാർത്താ സമ്മേളനത്തിൽ. MV ഗോവിന്ദൻ്റെ ശരീരഭാഷ കണ്ടാൽ അദ്ദേഹം രാജാവും താഴെ ഇരിക്കുന്നവരൊക്കെ പ്രജകളും അല്ലെങ്കിൽ കൂലിക്കാരുമാണ് എന്ന് തോന്നും, താഴെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ. അത് നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ? നിങ്ങളാരാണ്? അതെനിക്ക് സൗകര്യം പോലെ ചെയ്യും. അത് അത്ര പേരുണ്ടായിരുന്നു. പറയുന്നതിൽ പകുതി കൂടുതലും പച്ചക്കള്ളമാണ്. എന്നിട്ടും ആ ഒരു ചിരിയും ഒരു പുച്ഛിച്ച് ഒരു ചിരിയും ഒക്കെ. അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ, അതായത് VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആരോ ഈ MDMA എന്തോ മയക്കുമരുന്ന് കൈവശം വെച്ച് അറസ്റ്റിലായി. അപ്പം അതോടുകൂടി ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തല നിർത്തിക്കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എത്ര അബദ്ധ ജടിലങ്ങളായ പ്രയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടി സെക്രട്ടറി, ഇത്രയും പ്രായമുള്ളൊരു വ്യക്തി, പൊതുപ്രവർത്തന രംഗത്തൊക്കെ തന്നെ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയവുമൊക്കെയുള്ള MV ഗോവിന്ദൻ്റെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും. ഇത് CPMൻ്റെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആയി നേരത്തെ ഞങ്ങൾ തന്നെ നടത്തിയ 2ഓ 3ഓ വിശകലനങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനങ്ങൾ നിർത്തുകയാണെങ്കിൽ തന്നെ പാർട്ടി രക്ഷപ്പെടും, CPM രക്ഷപ്പെടും ഒരു പരിധിവരെയെങ്കിലും. ഇത് കേൾക്കുന്നവർക്കൊക്കെ തന്നെ പാർട്ടിയെ പുച്ഛിച്ച് തള്ളാനും കാർക്കിച്ച് തുപ്പാനുമാണ് തോന്നുന്നത്. ഇയാളാണോ പാർട്ടി സെക്രട്ടറി? ഇയാളുടെ പാർട്ടിയിൽ എങ്ങനെ മനുഷ്യൻ പ്രവർത്തിക്കും എന്ന് കാലങ്ങളായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന സഖാക്കൾ ചോദിക്കുകയാണ്. സഖാക്കൾ വെറുതെയാണോ വോട്ട് മാറ്റിക്കുത്തി കുഞ്ഞികൃഷ്ണനെയും അതുപോലെ തന്നെ TK ഗോവിന്ദനെയും ഒക്കെ ജയിപ്പിച്ചത്? ഇങ്ങേരെപ്പോലുള്ള പാർട്ടി സെക്രട്ടറിമാർ ഇരുന്ന് ഇങ്ങനെ ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ച് വളരെ മോശം രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ അടക്കം ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നതാണ് എന്ന ചിന്ത പോലുമില്ലാതെ കിടന്ന് അലച്ച് ബഹളം വെച്ച് അഹങ്കാരം കൊണ്ട് ഒരു ചോദ്യത്തിന് മറുചോദ്യം ഉത്തരമായി വന്ന് ഇതിങ്ങനെയാണോന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെയാണോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്താ അതങ്ങനെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ ശരീരഭാഷയും ആ ഒരു പുച്ഛിച്ചുള്ള ചിരിയും അതൊക്കെ തന്നെ കൂടുതൽ വികരമായിക്കൊണ്ടിരിക്കുകയാണ് MV ഗോവിന്ദന്. ഇദ്ദേഹം ഈ പണി നിർത്തുക തന്നെയാണ് നല്ലത്. പാർട്ടി സെക്രട്ടറി ആയിരുന്നോട്ടെ, പക്ഷേ ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതാകും ഉചിതം എന്ന് വീണ്ടും കേരളത്തിലെ ജനങ്ങൾ, സഖാക്കൾ ആവർത്തിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തൊക്കെയായാലും ഹണിമൂൺ പീരീഡ് നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഈ വലതുപക്ഷ സർക്കാരിന്, UDF സർക്കാരിന്. അതിലും കാരണമുണ്ട്. ഈ ഹണിമൂൺ പീരീഡ് നീട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ തന്നെ തീർക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കാൻ അല്ലെങ്കിൽ UDFനെതിരെ തിരിയാൻ ഇവർക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇനി സമയം കിട്ടുന്നതുവരെ UDF സർക്കാരിന് ഹണിമൂൺ പീരീഡും നീട്ടിക്കൊടുത്തിട്ടുണ്ട്. MV ഗോവിന്ദൻ കുറച്ച് നാളെങ്കിലും ഒരു രാഷ്ട്രീയ വനവാസത്തിന് പോവുകയോ വല്ലതും ചെയ്യുകയായിരിക്കും CPMന് ഗുണകരമാവുക. അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് വീട്ടിലിരിക്കണം.